അഗതി മന്ദിരത്തിലെത്തി കേക്ക് മുറിച്ചായിരുന്നു ബാലരാമപുരം പോലീസ് ക്രിസ്മസ് ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. സ്റ്റേഷനിൽ പുൽക്കൂടൊരുക്കിയും ക്രിസ്മസ് ദിനത്തിൽ പോലീസ് സ്റ്റേഷനിലെത്തിയവർക്ക് കേക്ക് നൽകിയുമായിരുന്നു ആഘോഷം. ബാലരാമപുരം പുനർജനി പുനരധിവാസ കേന്ദ്രത്തിലെ 50-ലേറെ അന്തേവാസികൾക്കൊപ്പം കേക്ക് മുറിച്ചും പാട്ടുപാടിയുമായിരുന്നു ആഘോഷം പങ്കിട്ടത്. ക്രിസ്മസ് ദിനത്തിൽ ഡ്യൂട്ടിയുള്ളതിനാൽ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിന് പോലീസുകാർ കുടുംബസമേതമാണ് എത്തിയത്. ബാലരാമപുരം പോലീസിൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ഞങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ തന്നെ ഒരു വൃത്തസദനമുണ്ട് പുനർജനി. അവിടെയുള്ള കുറച്ച് വയസ്സായ അപ്പനമ്മമാരോടൊപ്പം കേക്കൊക്കെ മുറിച്ച് അവരോടൊപ്പം ഇരുന്ന് കഴിച്ച് അവർക്കും കൊടുത്ത ആ സന്തോഷം പങ്കിട്ടുകൊണ്ടാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. അതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു ഭക്ഷണവും കേക്ക് മുറിയും ബാലരാമപുരം ചർച്ചിലെ അച്ഛനെ കൊണ്ടൊരു അനുഗ്രഹ പ്രഭാഷണമൊക്കെ നടത്തി സ്റ്റേഷനിലെ വിവിധ കലാകാരന്മാർ അവതരിപ്പിച്ച പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് നല്ലൊരു ഡ്യൂട്ടി തിരക്കിനിടയിൽ പോലീസുകാർക്കൊരു റിലാക്സ് ചെയ്യാനുള്ളൊരു സന്തോഷം പങ്കിടാനുള്ള ഒരു അവസരമാക്കി മാറ്റി നല്ലൊരു പ്രോഗ്രാമാണ് സംഘടിപ്പിച്ചത്. വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കിയും കേക്ക് മുറിച്ചും ഡാൻസും പാട്ടുമായിട്ടായിരുന്നു പോലീസുകാർ ആഘോഷം പങ്കിട്ടത്. എല്ലാ ആഘോഷങ്ങളിലും ചാരിറ്റി പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകി പ്രവർത്തിക്കുന്ന ബാലരാമപുരം ജനമൈത്രി പോലീസ് ജനഹൃദയങ്ങളിൽ മാതൃക തീർക്കുകയാണ്. പോലീസുകാർക്ക് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ ചെറിയൊരു ഭാഗം ചാരിറ്റി പ്രവർത്തനത്തിന് ഈ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നൽകി വരുന്നു.